വിവിധ മുന്നണികൾ അവരുടെ സീറ്റ് എത്ര ലഭിക്കും എന്നുള്ളതിൻ്റെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. സമ്പൂർണ്ണമായിട്ടില്ല. മണ്ഡലാടിസ്ഥാനത്തിൽ കണക്കെടുക്കണം, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കണക്കെടുത്ത് മണ്ഡലാടിസ്ഥാനത്തിൽ കൊണ്ടുവരണം, അത് മണ്ഡലാടിസ്ഥാനത്തിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ കൊണ്ടുവരണം, ജില്ലാ കമ്മിറ്റി കൂടും, പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റുകളുണ്ട്, പലർക്കും കോർ കമ്മിറ്റികളുണ്ട്, അത് കൂടണം, പിന്നെ സംസ്ഥാന കമ്മിറ്റി കൊടുക്കണം, സംസ്ഥാന കമ്മിറ്റിയുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇങ്ങനെ വലിയൊരു നടപടിക്രമമുണ്ട് ഇതിനകത്ത്. പക്ഷേ എന്നാലും 2 തരം കണക്കാണ് സാധാരണ പുറത്തു വരുന്നത്. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ഏതെങ്കിലും ഒരു കണക്കങ്ങ് പറയും. ഇപ്പോൾ 2 ടൈപ്പിൽ കണക്ക് വരികയാണ്. അത് മനസ്സിലാവാത്തൊരു കണക്കാണ്. ഒന്ന്, ഒരു റീൽസിന് വേണ്ടിയിട്ടുള്ള കണക്ക്, ആളുകൾക്ക് ആർമാദിക്കാൻ ആഘോഷിക്കാൻ ഒരു കണക്ക്. 100 സീറ്റിൽ കൂടുതൽ UDF വരും. അപ്പോൾ പിന്നെ അവർക്ക് സന്തോഷിക്കാൻ മറ്റെന്തെങ്കിലും വേണോ? വേണ്ട. അവരുടെ ഫോൾഡറുകളെല്ലാം കൈയടിച്ച് ഭയങ്കരമായിട്ട് കൈയടിച്ച് പോകും. 90 സീറ്റിന് മുകളിൽ LDF, അപ്പോൾ അവരും കൈയടിക്കുന്നു. 5 മുതൽ 10 സീറ്റ് വരെ തൂക്കുസഭ BJP, അവരും കൈയടിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന കണക്ക് കുറച്ച് വ്യത്യസ്തമാണ്. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വിജിലൻസ് ഒരു കണക്കെടുക്കും. ഓരോ മണ്ഡലങ്ങളെ വെച്ചിട്ട് 140 മണ്ഡലങ്ങളുടെ ഒരു കണക്കെടുക്കും. അവരെടുത്തിരിക്കുന്ന കണക്ക് വെച്ചിട്ട് 70നും 75 സീറ്റിനിടയ്ക്ക് LDF വരുമെന്നാണ്. 80നും 85 സീറ്റിനിടയ്ക്കും UDF വരുമെന്നാണ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ എടുത്തിരിക്കുന്ന കണക്ക്. അത് തന്നെ വലിയ വ്യത്യാസമാണ്. 98 സീറ്റ് ഉണ്ടായിരുന്ന CPM 30 മുതൽ 35 സീറ്റ് വരെ നഷ്ടപ്പെട്ട് 68ലും 63ലും ഒക്കെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഭരണം കിട്ടുമെന്ന് അവർ പറയണം. കാരണം ഒരു 10-17 സീറ്റ് അപ്പുറത്തൊന്ന് പിടിക്കാം. എപ്പുറത്തൊന്ന് UDF. ഇപ്പോൾ UDFൻ്റെ ചില പരമ്പരാഗത സീറ്റുകൾ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റും. LDFൻ്റെ ഒരു 30 സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാലും ടാലി ചെയ്യുമ്പോൾ ഒരു 75 സീറ്റിനകത്ത് LDF പിടിക്കാം. ഇതാണ് LDFൻ്റെ കണക്കൂട്ട്. 80 സീറ്റിനകത്ത് പിടിക്കാൻ പറ്റും. പിന്നെ ഒരു 10 സീറ്റിൽ ഭയങ്കര മത്സരമാണ്, ടഫ് മത്സരമാണ്. 80 സീറ്റ് ഷുവറാണ്. ഇതാണ് UDFൻ്റെ ഒരു കണക്കൂട്ട്. ഇതെല്ലാം കണക്കൂട്ടലുകളാണ്. അവർ താഴെ നിന്ന് കൊടുക്കുന്ന കണക്ക് വെച്ച് കൂട്ടിയെടുത്ത് പറയുന്ന ഒരു കണക്കാണ്. എന്നാൽ അതിൽ നിന്നുള്ള വ്യത്യസ്തമായി BJP പറയുന്നത് 0 അവർ പറയുന്നില്ല. 2 മുതൽ 5, 6, 7, 9 വരെ പോകുന്നുണ്ട് അവർ. പക്ഷെ അതിന് സാധ്യത കുറവാണ്. ഇങ്ങനെ 3 മുന്നണികളും 3 തരത്തിലാണ് പോകുന്നത്. സുധാകരൻ ജയിക്കും, G സുധാകരൻ ജയിക്കാനുള്ള സാധ്യതയാണ് മിക്കവാറും എല്ലാവരും പറയുന്നത്. പക്ഷേ G സുധാകരൻ തോൽക്കുമെന്നും ഒരു കണക്ക് CPM അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നേമത്ത് എല്ലാവരും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും BJPയുടെ ഷുവർ സീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കണക്കുകൾ കൊണ്ട് ശബരിനാഥ് UDFൻ്റെ ശബരിനാഥ് ജയിക്കുമെന്ന് കോൺഗ്രസ് സമർത്ഥിച്ചിരിക്കുകയാണ്. 4-5 മന്ത്രിമാർ തോറ്റു പോകുമെന്നാണ് കേൾക്കുന്നത്. അതിൽ കേളു മന്ത്രി വയനാട് തോറ്റുകാർ. വയനാട് വലിയ ഒരു മുൻതൂക്കം UDFന് വന്നിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ഭാഗങ്ങളിൽ. അതിൻ്റെ ഭാഗമായി കേളു തോറ്റുപോകാം. കേളു തോറ്റുപോകും. പിന്നെ വീണ ജോർജ് തോറ്റുപോകാനുള്ള സാധ്യത കാണുന്നു. P രാജീവ് കളമശ്ശേരിയിൽ തോറ്റുപോകാം. MP രാജേഷ് തൃത്താലയിൽ തോക്കാൻ സാധ്യതയുണ്ട്. ബേപ്പൂരിൽ വളരെ വലിയ കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് മരുമോൻ തോൽക്കാനും ജയിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ വലിയ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരേ ഒരു സീറ്റായിരുന്നു UDFനുണ്ടായിരുന്നത്. ബാക്കി എല്ലാ 13 സീറ്റും LDFനായിരുന്നു. പക്ഷേ അതിൽ വലിയ അട്ടിമറി നടക്കുമെന്നാണ് പറയുന്നത്. വാവനപുരം സുധീർ ഷാ, വർക്കലയിൽ വർക്കല കഹാർ, അതുപോലെ ആറ്റിങ്ങലിൽ ചിലപ്പോൾ ഒരു അട്ടിമറി നടന്നേക്കാം. പിന്നെ തിരുവനന്തപുരത്ത് വരുമ്പോൾ അരുവിക്കര ഒരുപക്ഷെ ശിവകുമാർ ജയിച്ചേക്കാം. കാട്ടാക്കട MR ബൈജുവോ, ഇനി കൃഷ്ണദാസ് തന്നെ ജയിച്ചാലും അത്ഭുതമില്ല എന്നുള്ള നിലയിൽ കാട്ടാക്കടയിലെ കാര്യങ്ങൾ നീങ്ങുന്നു. നെയ്യാറ്റിങ്കര അവിടെ ശക്തന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല മുറവിളിയുണ്ട്, അവിടെ നീങ്ങുന്നു. വിൻസെൻ്റ് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പല ആളുകളുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്രപ്രസാദ് ജയിക്കുമെന്നാണ് UDFൻ്റെ ശരത്ചന്ദ്രപ്രസാദ് അവകാശപ്പെടുന്നത്. പക്ഷേ ആ അവകാശം കുറച്ച് കടന്നുപോയി എന്നുള്ളതാണ് മറ്റു പലരുടെയും വിലയിരുത്തൽ. എന്തായാലും കൃത്യമായ ഒരു രാഷ്ട്രീയ വീക്ഷണം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. 3 മുന്നണികളും 2 മുന്നണികൾ അവർ ഭരണത്തിൽ വരുമെന്നും 1 മുന്നണി ഭരണത്തെ നിയന്ത്രിക്കുമെന്നും പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്തായാലും വളരെ വലിയ ഒരു രാഷ്ട്രീയമായ ഒരു അനിശ്ചിതത്വം ഇവിടെ നിൽപ്പുണ്ട്. അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. എന്തായാലും ഏപ്രിൽ മാസം 9-ാം തീയതി, ഇനിയും 10-20 ദിവസമുണ്ട് നമുക്കിതിൻ്റെ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും കിഴിക്കാനും പരസ്പരം കുറ്റം പറയാനും ചെളിവാരി എറിയാനും സ്നേഹിക്കാനും
മുതുചൊറിയാനും ഒക്കെ ആവശ്യം പോലെ സമയമുണ്ട്. അതുകൊണ്ട് നമുക്കിനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളത് നോക്കാം.